ഇന്നൊരു കല്യാണ ഉറപ്പിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കേറ്ററിങ്ങും പിന്നെ മണ്ഡപത്തിൻ്റെ ഡെക്കറേഷനും എല്ലാം നമുക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മക്കൾ അതൊക്കെ ഇന്നലെ രാത്രി തന്നെ ഡെക്കറേഷൻ്റെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പം ഉറപ്പിൻ്റെയൊക്കെ കല്യാണത്തിൻ്റെ ഉറപ്പിൻ്റെ വീഡിയോ ഒക്കെയാണ്. അപ്പോൾ റാവൂസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ശ്രേയസ് കോഴഞ്ചേരി എന്നായിരുന്നു. അപ്പോൾ റാവൂസ് വ്ലോഗെന്നും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആരും മാറിപ്പോകരുത്. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. അപ്പോൾ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും പിന്നെ ചെറുക്കൻ്റെ അച്ഛനും അമ്മയും പിന്നെ അവർ രണ്ടുപേരുടെയും ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കളാണ് വേണ്ടത്. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അവിടെ വാദ്യാർ, അതായത് പുരോഹിതൻ മന്ത്രങ്ങളൊക്കെ ചൊല്ലി കൊടുക്കാറുണ്ട്. മന്ത്രങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡിലെയും ഓരോ പുരോഹിതന്മാരെയാണ് കൊണ്ടുവരാറ്. ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് സൈഡിൽ നിന്ന് ഒരു പുരോഹിതൻ, പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പുരോഹിതൻ, അങ്ങനെ രണ്ട് പുരോഹിതന്മാരാണ് മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഇത് നിശ്ചയം നടത്താറ് പതിവ്. പിന്നെ നമ്മളെ കല്യാണത്തിന് ആണെങ്കിൽ ഇതിനേക്കാൾ ഒരു 2-3 മണിക്കൂർ ഹോമങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കല്യാണ ഉറപ്പിന് അത്രയും ഹോമങ്ങളൊന്നുമില്ല, സാധാരണ മന്ത്രങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നാരങ്ങ വെള്ളമൊക്കെ തന്നായിരുന്നു കേട്ടോ, അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല. അപ്പോൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മോതിരം ഇടലും നിശ്ചയത്തിൻ്റെ ഉറപ്പിൻ്റെ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനി ഊണ് സമയമായി. അപ്പോൾ ആദ്യത്തെ പന്തിയിൽ 200 പേർക്കാണ് ഇരുത്തുന്നത്. അപ്പോൾ ഊണിൻ്റെ പരിപാടിയിലേക്ക് നമുക്ക് പോകാം. ഞാൻ ആദ്യത്തെ പന്തിയിൽ ഇരുന്നില്ല, രണ്ടാമത്തെ പന്തിയിലാണ് ഞങ്ങൾ ഇരുന്നത് കേട്ടോ. എൻ്റെ മാമൻ്റെ മോളും മരുമോനും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന്. അവർക്കും അപ്പോൾ ധൃതിയൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ പത്തനംതിട്ടയിൽ വന്നതുകൊണ്ട് അവർ ഇത് കഴിഞ്ഞിട്ട് നേരെ വാഗമൺ പോകുകയാണ് കേട്ടോ, ഒരു യാത്ര. അപ്പോൾ അവർക്ക് താമസിച്ച് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടങ്ങിരുന്നു. അപ്പോൾ വിളമ്പാനായിട്ട് നമ്മുടെ മക്കളുടെ കൂട്ടുകാരന്മാരെ തന്നെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇവരൊക്കെ ആറന്മുള സദ്യക്ക് ഒരു 2-3 മാസം വിളമ്പാൻ പോകുന്നവരാണ് കേട്ടോ. അപ്പോൾ അവരെ തന്നെ വിളിച്ച് അവർക്കാകുമ്പോൾ വിളമ്പാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം നല്ലതുപോലെ അതിനനുസരിച്ചുള്ള വിളമ്പും. പിന്നെ സദ്യയിൽ പഴം, ശർക്കര വരട്ടി, ചിപ്സ്, കാവറുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചി, മാങ്ങ, നാരങ്ങ, പച്ചടി, കിച്ചടി, അവിയൽ, പിന്നെ വറുത്തരച്ച ഒരു കടലത്തീയലുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെയും ഉറപ്പിൻ്റെയും എന്ത് വിശേഷം വന്നാലും സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. ഒരു വറുത്തരച്ച കടലക്കറി ഉണ്ട്, അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കാബേജിൻ്റെ തോരൻ, പപ്പടം, പരിപ്പ്, പിന്നെ പച്ചമോര്, രസം, പുളിശ്ശേരി ഇല്ലായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ അടപ്രഥമൻ ഉണ്ടായിരുന്നു, അരിപ്പായസം, പാൽപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഐറ്റമാണ് സദ്യക്ക് ഉള്ളത്. അപ്പോൾ ചെറുക്കനും പെണ്ണും കൂടെ ചോറുണ്ണാൻ വന്നിട്ടോ അവരുടെ. അപ്പോൾ ചെറുക്കൻ്റെ മൊബൈലിൽ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടനെടുത്ത് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചെറുക്കനും പെണ്ണും, രാഹുലും പെണ്ണിൻ്റെ പേര് വന്ദനയും കേട്ടോ. പെണ്ണ് കൊല്ലംകാരിയും ചെറുക്കൻ ഇവിടെയുള്ള കോഴഞ്ചേരിക്കാരനാണ്. ഇവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. പാവം പിള്ളേരാണ്, നല്ല സ്നേഹമുള്ള കുറേ പിള്ളേരാണ്, മക്കളുണ്ട്. അപ്പോൾ ഞാനും അവർക്ക് വിളമ്പാനൊക്കെ പോയി മോരും സാമ്പാറും ഒക്കെ വിളമ്പി സഹായിച്ചേട്ടെ. ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. ഇനി നമ്മുടെ സ്റ്റേജ് അഴിക്കുന്ന ജോലിയും ഡെക്കറേഷൻ്റെ ആ പൂക്കളും എല്ലാം കൂടെ അഴിച്ച് ഞങ്ങളൊരു 4-5 മണിയായി വീട്ടിൽ വന്നപ്പോൾ കേട്ടോ. സാധനങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ എല്ലാം കൂടെ ചേട്ടനും മക്കളും പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ബിനുവും പിന്നെ അഖിൽ, അലൻ, അങ്ങനെ കുറേ പിള്ളേരുണ്ട്.
എല്ലാവരും ഓടി നടന്ന് എല്ലാം ക്ലീനാക്കി. കൂട്ടത്തിൽ ഞാനും അവരെ സഹായിക്കാനൊക്കെ ക്ലീനാക്കാനൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ 5 മണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. കൈ നയിക്കണം.